മൈൻഡ്ലൂം ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മളെ ടോട്ടൽ വെൽനെസ് കൺസൾട്ടേഷൻ ആപ്പാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാ കാര്യത്തിനും ആപ്പാണ്. എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും നമുക്ക് മൊബൈലിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈവൻ നമ്മൾ ഇപ്പം നമ്മളെ ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് ആപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഈവൻ നമ്മളെ ആക്രി സാധനങ്ങൾ എടുക്കാൻ വരെ ആപ്പുകളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ആപ്പാണ്. സോ നമ്മൾക്ക് മൈൻഡ്ലൂം ഓൺലൈൻ ടോട്ടൽ വെൽനസ് കൺസൾട്ടേഷൻ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ്രോയിഡ് ആൻഡ് iOS സപ്പോർട്ടുള്ള ആപ്പുകളായിരിക്കും. ഈ ആപ്പിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ്. ഇതിൽ ടെക്സ്റ്റ് എന്തോ റിവേഴ്സായി വന്നിട്ടുണ്ട്. എനിവേ ഇതിങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഈ ആപ്പ് കൊണ്ട് നമുക്ക് ഡോക്ടേഴ്സിനെ നമുക്ക് സെർച്ച് ചെയ്യാനും, അതായത് ഡോക്ടേഴ്സ് ഓർ തെറാപ്പിസ്റ്റ് നമ്മളുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ നമുക്ക് ഇതിനകത്തുനിന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സെർച്ച് യുവർ സൈക്കോളജിസ്റ്റ് തെറാപ്പിസ്റ്റ് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷൻ ഓർ ബെറ്റർ ഫിറ്റ് ടു യുവർ പ്രോബ്ലംസ്. നമ്മളുടെ പ്രശ്നത്തിന് എത്രത്തോളം ആപ്റ്റായിട്ടുള്ള ഒരാൾ, മേ ബി നമ്മൾ ഡയറക്റ്റായിട്ട് ഒരാളെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ഒരു ടോക്കിംഗ് തെറാപ്പിയാണ് നമ്മുടെ ഒരു തെറാപ്പീസിൽ, അതായത് മെൻ്റൽ വെൽനസ് തെറാപ്പീസിൽ നടക്കുന്നത്. അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ആളുകളെ സെർച്ച് ചെയ്യുകയും കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്ത് അവിടെ എത്തുകയും ഒക്കെ ചെയ്യാനുള്ള പ്രയാസങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്പാണ്. ഈ ആപ്പിനകത്ത് നമ്മളിപ്പോൾ ഫസ്റ്റിൽ സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പല പല സ്പെഷ്യലൈസേഷനിലുള്ള തെറാപ്പിസ്റ്റുകളെ, ഡോക്ടേഴ്സിനെ, ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ യോഗ തെറാപ്പിസ്റ്റ്, അങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഈ ആളുകൾ നമുക്ക് ആരെയാണ് വേണ്ടത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കവിടെ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഏതാണ് അവൈലബിൾ ടൈം സ്ലോട്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഈ ടൈം സ്ലോട്ട്സ് ഇവിടെ വരും. ഇപ്പം ഇതിലില്ലാത്തൊരു കേസ് ആയതുകൊണ്ട് അതിൽ ടൈം സ്ലോട്ട്സ് വരും. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആയിക്കൊണ്ട് തന്നെ നമ്മളെ ഗൂഗിൾ പേ വെച്ചുകൊണ്ട് തന്നെ ഫീസ് അടച്ചുകൊണ്ട് നമുക്ക് സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് മാത്രമല്ല, നമ്മളുടെ ഫാമിലിയിലുള്ള മറ്റു ആളുകൾക്ക് കൂടെ നമുക്ക് ഇതിനകത്ത് മെമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. അതായത് ഫോൺ കയ്യിലുള്ള ആൾക്കാവണമെന്നില്ല, അയാളുടെ ഫാമിലിയിൽ വേറെ ആൾക്ക് വേണ്ടിയിട്ടും അയാൾക്ക് ഈ സൈറ്റ് വഴി, ഈ ഒരു ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറയുന്നത്, നമുക്ക് തെറാപ്പിസ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്തതിന് ശേഷമോ അതായത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസൾട്ടേഷന് മുമ്പോ കൺസൾട്ടേഷന് ശേഷമോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ തെറാപ്പിസ്റ്റിനോട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ആപ്പിനകത്തുണ്ട്. എന്നിട്ട് ഈ ആപ്പ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ സമയമാകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ വാട്സാപ്പിലൊക്കെ വരുന്ന പോലെ ഇതായിട്ടുണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ സ്റ്റാർട്ട് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് വീഡിയോ കോൾ എനേബിൾ ആകും. അതായത് ആ തെറാപ്പിസ്റ്റും അതേ സമയത്ത് കയറും. പിന്നെ നമുക്ക് നമ്മളുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കാം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണമെങ്കിൽ അവർ നിങ്ങളോട് പറയും. ഓഫ്ലൈൻ അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യുന്ന ആവശ്യങ്ങളുണ്ട്, അവർ തന്നെ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മിക്ക കാര്യങ്ങൾക്കും ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതുവഴി ഡിസ്കസ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട ഇൻ്റർവെൻഷൻസ്, നിങ്ങൾക്ക് വേണ്ട പ്ലാനുകൾ, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഈ ഓൺലൈൻ വീഡിയോ കോൾ വഴി തന്നെ അവർ ഹെൽപ്പ് ചെയ്യുകയും അതിനുശേഷം നമുക്ക് വേണ്ട റിപ്പോർട്ട്സുകൾ അവർ വളരെ ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ട്സ്, നമ്മുടെ പ്ലാനുകൾ എല്ലാം നമ്മളുടെ ആപ്പിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വരിക. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയ ആളുകൾ ദൂരത്തെ പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്ത് അതുവരെ പോയി അവരെ മീറ്റ് ചെയ്യണ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് ഓൺലൈനായിട്ട് കൊണ്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും നമ്മുടെ ക്ലിനിക്ക് എന്ന് പറയുന്നത്. പിന്നെ എമർജൻസി കണക്റ്റുകളുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നും, ചില ആളുകൾക്ക് ജീവിതം മടുത്തു, ഇനി വേണ്ട എന്നുള്ള അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കേസുകൾ വരികയാണെങ്കിൽ എമർജൻസി കണക്ട്സ് ഉണ്ടാവും. അത് ഓൾ ഓവർ ദി വേൾഡ് കണക്ട് ചെയ്യുന്ന ഒരു നമ്പറായിരിക്കും. ആ നമ്പറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള കോൾ സെൻറ്ററിലേക്ക് കണക്റ്റ് ആവുകയും അവർ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ നിങ്ങൾക്ക് തരികയും നിങ്ങളെ എങ്ങോട്ടേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള സഹായങ്ങളും ഒക്കെ ഈ ആപ്പിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ആപ്പിനകത്ത് നമുക്ക് അവെയർനെസ് ട്രെയിനിങ് സെഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ആപ്പിനകത്ത് വരും. വേറെ എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ഫീസ് ആയിരിക്കും ഈ ആപ്പിനകത്ത് എപ്പോഴും വരുന്നത്. നേരെ മറിച്ച് നമ്മൾ പല ക്ലിനിക്കുകളിൽ പോകുമ്പോൾ നമുക്ക് ആരാണെന്ന് അറിയില്ല, അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഹൈ ഫീസുകളും കാര്യങ്ങളായിരിക്കും അതിനകത്ത് മിക്കവാറും
പല രീതിയിലുള്ള ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് അത് ക്വാളിഫൈഡ് ആളാണോ കറക്റ്റാണോ, അപ്പോൾ നമ്മൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പിന്നെ തെറാപ്പിസ്റ്റിന് നമുക്ക് നമ്മളെ ഇതനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റിയാണ്. നിങ്ങൾ കോൺഫിഡൻഷ്യലായിരിക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യലായിരിക്കും. അതായത് വേറെ പുറത്തേക്ക് ഒരു ആളുമായിട്ട് ഒരു എന്താ പറയുക നമ്മളുടെ കാര്യങ്ങളൊന്നും ഇതില്ല. വളരെ സെക്യൂർ ആയിട്ടുള്ള പോളിസീസും കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ചില ആളുകൾക്ക് ക്ലിനിക്കിലേക്ക് പോകാനുള്ള മടികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആളുകൾ അറിയും എന്താണ് നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കും, നിനക്ക് മാനസികമാണോ എന്ന് ചോദിക്കും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അങ്ങനെ അതുപോലെ തന്നെ നമുക്കുള്ളത് എമർജൻസി സെല്ലാണ്. ഞാൻ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഉള്ളത് വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തു. നമുക്ക് എമർജൻസി സെല്ലാണ് നമുക്ക് പിന്നെ ഉള്ളത്. ഒന്ന് ഷെയർ ചെയ്യാം ഒന്നുകൂടെ. എമർജൻസി സെല്ലിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും അത്യാവശ്യ സൂയിസൈഡൽ ഐഡിയേഷൻസ് പോലത്തെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ, ക്രിട്ടിക്കൽ ആവശ്യങ്ങൾക്ക് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഫ്യൂച്ചറിൽ ഇതിൽ നമുക്ക് നമ്മളുടെ മൂഡ് ജേണൽസ്, അതായത് നമ്മളെ തോട്ട് പ്രോസസ്സുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നമുക്ക് കുറേ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ, നമുക്ക് കൃത്യമായ പ്ലാനിങ്ങൾ ഉണ്ടാക്കാൻ, നമ്മളെ റിമൈൻഡ് ചെയ്യിക്കാനുള്ള AI ഇൻ്റഗ്രേഷൻസ്, അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ, നമ്മൾ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നിയറസ്റ്റ് ക്ലിനിക്ക് ഓഫ്ലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ, അതിനുള്ള കണക്റ്റുകൾ. പിന്നെ കുറേ ഡോണർ ഫൈൻഡർ പോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉടനെ റിലീസ് ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരു ജനുവരിയോടുകൂടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഇത്രയും പറഞ്ഞ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇതൊക്കെ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് തന്നെ ഏതറിയാത്ത ആൾക്കാർക്കും കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് വരെ കൃത്യമായിട്ട് ടച്ച് ചെയ്ത് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് മൈൻഡ് ലോബിൻ്റെ ഈ ആപ്ലിക്കേഷൻ.